ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മാണ്ഡ്യ രൂപതയിലെ സെൻറ് തോമസ് ഫൊറോന ദേവാലയം, മാണ്ഡ്യ രൂപതയിൽ പ്രവർത്തിക്കുന്ന ഫിയാത്ത് മിഷൻ അവരുടെ അനുഗ്രഹാശംസകളോടുകൂടെ ദൈവജനത്തിന് വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതുന്ന ഉദ്യമത്തിൽ ഈ വർഷം സെൻറ് തോമസ് ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ ഇടവാങ്ങങ്ങളിൽ 24 പേര് വിശുദ്ധ ഗ്രന്ഥം എഴുതിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ഈ ജ്വാലകൾ ഇടവകയിൽ നൽകിയതിന് അവർ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം എഴുതുന്നതിലൂടെ ദൈവത്തിൻ്റെ കൈവക്കുള്ള വചനം തൻ്റെ കൈകൾ കൊണ്ട് എഴുതി ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയായിട്ട് ബാംഗ്ലൂരിലെ ഈ ഇടവക ദേവാലയത്തിൽ ആയിരിക്കുന്നതിൽ ഞാൻ ഇവരെ പ്രതി അഭിമാനം കൊള്ളുന്നു. അനേകായിരം പേർക്ക് ഇത് ഒരു മാതൃകയ്ക്കും അതോടൊപ്പം തന്നെ പ്രചോദനത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വെളിപാടിൻ്റെ 3 വഴികളാണ് പാരമ്പര്യവും ദൈവവചനവും സഭാ പ്രബോധനങ്ങളും. ദൈവവചനം എന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ദൈവവചനത്തെ കൂടുതൽ അറിയുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുമുള്ള ഏതാനും ചില വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇപ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര് ആലിസ് ജേക്കബ്. ഞാൻ ഈ ബൈബിൾ എഴുതേണ്ട കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുതുന്നുണ്ട്, അപ്പോൾ എനിക്കും ഒന്ന് എഴുതാമെന്ന് കരുതി ഞാൻ എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇൻട്രസ്റ്റായി, അത് എഴുതി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് എഴുതി കഴിഞ്ഞ് എൻ്റെ മകൾ കാനഡയ്ക്ക് പോകാനായിട്ടുള്ള പേപ്പറെല്ലാം ശരിയാക്കാനായിട്ട് അവർ 2 വർഷത്തോളം അത് ശരിയാവാണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു. ഇത് എഴുതിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ബൈബിൾ എഴുതി കഴിയുന്നതിന് മുമ്പ് അവർക്ക് പോകാനുള്ള എല്ലാ പേപ്പേഴ്സും റെഡി ആവണം എന്നുള്ള ഒരു നിയോഗം വെച്ച് ഞാൻ ഈ ബൈബിൾ എഴുതാൻ തുടങ്ങി. ഈ ബൈബിൾ എഴുതി കഴിയുന്നതിന് മുമ്പ് അവർക്ക് എല്ലാ പേപ്പറും ശരിയായി, PR കിട്ടി, എല്ലാം കിട്ടി. അവരവിടെ ചേർന്നു. ഇത് എഴുതാൻ ഞാനൊരു 5 മാസത്തോളം എടുത്തു. എൻ്റെ പേര് മേരി രാജൻ. ഞാൻ ഈ സെൻറ് തോമസിൻ്റെ അംഗമാണ്. ഞാൻ മനസ്സിലൊരു നിയോഗം വെച്ച് എഴുതി. എനിക്ക് അത് സമ്പൂർണ്ണമായിട്ട് സാധിച്ചു. എൻ്റെ പേര് മൈക്കിൾ തോമസ്. ഞാൻ ഒത്തിരി തവണ ബൈബിൾ വായിച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് 10 തവണയോളം വായിച്ചു. പക്ഷേ എല്ലാം വചനങ്ങളൊക്കെ കിട്ടുമെങ്കിലും ഒരു പൂർണ്ണമായിട്ടൊരു ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷേ ബൈബിൾ എഴുതി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാ പ്രത്യേകമായിട്ട് നമ്മൾ പ്രവർത്തിക്കും, നമ്മൾ വചനം കൂടുതൽ ഹൃദയസ്ഥമാക്കും. എനിക്ക് 73 വയസ്സായി. ഈ 73 വയസ്സാം കാലത്തും എഴുതിയപ്പോഴത്തേക്ക് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. എനിക്ക് ദൈവം ക്രമീകരിച്ച കൈകളൊന്നും ശരിക്കും അടുക്കുന്ന ഇതില്ലല്ലോ. ഞാൻ കുറച്ച് കാലം മുന്നേ തളർന്നു പോയതൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റതാണ്. എൻ്റെ പേര് മിനി ജൂഡ്. ഞാൻ ഈ ഇടവകാംഗമാണ്. ഞാനൊരു 8 മാസത്തോളം എടുത്ത് ബൈബിൾ എഴുതാനായിട്ട് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പിന്നെ പല തടസ്സങ്ങൾ വന്നതുകൊണ്ട് അത് അങ്ങനെ അവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം കിട്ടി, മിനി നീ ബൈബിൾ എഴുതി തുടങ്ങാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ബൈബിൾ എഴുതി. 3 നിയോഗമായിരുന്നു ഞാൻ ഇതിനകത്ത് വെച്ചത്. ഞാൻ ഡിസംബറിലായിരുന്നു ഇത് പൂർത്തീകരിച്ചത്. അതിക്ക് മുൻപ് തന്നെ ഒക്ടോബറിൽ ഞാൻ വെച്ച ആദ്യത്തെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. ബാക്കി 2 നിയോഗങ്ങളും ഞാൻ ബൈബിൾ എഴുതി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സാധിച്ചു കിട്ടി. ഈ ബൈബിൾ എഴുതി കഴിഞ്ഞതോടുകൂടി എല്ലാ ദിവസവും രാവിലെ എനിക്ക് പള്ളിയിൽ പോകാനായിട്ടുള്ളൊരു എത്ര ഉറക്കം വന്നു കഴിഞ്ഞാലും കറക്റ്റ് ആ സമയത്ത് എണീറ്റ് പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് റൂബി തമ്പി. ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. ആ ഈശോ എൻ്റെ സ്നേഹമാണെന്ന് എപ്പോഴും ഞങ്ങൾ സിസ്റ്ററിനെ കാണുമ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴും ഞങ്ങൾ ഈശോ എൻ്റെ സ്നേഹമാണെന്ന് പറഞ്ഞാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രചോദനം ആണ് ഈ ബൈബിളിൽ ഞാൻ എഴുതാൻ സാഹചര്യമായത്. ഒത്തിരി മാർവൽസ്, ഒത്തിരി സർപ്രൈസസ്, ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാതെ തന്നെ ദൈവം എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഒരു നല്ല കുടുംബം, ഒരു നല്ല മകൾ, എനിക്കൊന്നിനും ഒരു കുറവില്ല. ഒരു നല്ല മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാത്തിനും എനിക്ക് ദൈവത്തോട് ഇന്നും എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ. ഒരു 6-6.5 മാസമായിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലും രാത്രികൾ മൊത്തം ഇരുന്ന് എഴുതുമായിരുന്നു. എൻ്റെ പേര് മോളി ഗബ്രിയേൽ.
ഞാൻ ഒത്തിരി നാളായി ബൈബിൾ എഴുതണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. പിന്നെ പള്ളിയിൽ ഇതൊരു സാഹചര്യം വന്നപ്പോൾ എഴുതുകയായിരുന്നു. എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പം ഞാൻ അതിനായിട്ട് ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം എല്ലാം അവസാനമായപ്പോൾ എല്ലാം നന്നായിട്ട് നടത്തി തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആങ്ങളുടെ മോന് കല്യാണം നടക്കാത്തതുകൊണ്ട് അതിനായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിൾ എഴുതി തീരുന്നതിന് മുമ്പ് അവൻ്റെ വിവാഹവും നടന്നു. പിന്നെ ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ വരാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ദൈവം അല്ലാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ചേച്ചി, എൻ്റെ പേര് ഡെയ്സി ഷാജു. ഞാൻ ഈ ഇടവക അംഗമാണ്. ഞാൻ സെപ്റ്റംബർ തൊട്ട് കംപ്ലീറ്റ് 6 മാസം കൊണ്ട് എഴുതി. അതിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റ് തോമസ് പള്ളിയുടെ 40 വർഷം തികയുന്ന റൂബി ജൂബിലിയുടെ അന്ന് നമ്മുടെ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ അടിയന്തരത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അതിന് വേണ്ട മൊമെൻ്റ് കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഈ ബൈബിൾ എഴുതിയതിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 18 വർഷമായിട്ട് വീട് കെട്ടിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള ആ സൗകര്യം ഉണ്ടായില്ല. ഓരോ തടസ്സങ്ങളും ഓരോ കാരണങ്ങളുമായിട്ട് ഞങ്ങൾ 18 വർഷമായിട്ട് ആ കെട്ടിയ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ബൈബിൾ എഴുതിയതിന് ശേഷം ഒക്ടോബറിൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചു. പിന്നെ ബൈബിൾ എഴുതിയതിൻ്റെ ഒരു പരിണത ഫലമാണ് ഏതെങ്കിലും അപകടവേളകളിൽ നിന്ന് എന്നെ പ്രത്യേകമായിട്ട് രക്ഷിച്ചിട്ടുണ്ട്. യേശുവിനെ പ്രത്യേകം നന്ദി. ചേച്ചി, എൻ്റെ പേര് ആലിസ് തോമസ്. ഞാൻ ഈ ഇടവക അംഗമാണ്. 2022 സെൻറ്റ് തോമസ് പാരിഷിലെ അസിസ്റ്റൻറ്റ് വികാരിയച്ഛനായ ജിത്തു അച്ഛൻ ഇതുപോലെ മാതൃവേദിയിലുള്ള അമ്മമാർക്ക് ഇങ്ങനെ ബൈബിൾ എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചും ഒരു പ്രചോദനവും പ്രോത്സാഹനവും നമുക്ക് കിട്ടി. അങ്ങനെ ഞാൻ പുതിയ നിയമം എഴുതാനായിട്ട് തുടങ്ങി. ദൈവം അതിൻ്റെ സമയത്ത് അത് കൃത്യമായി ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇപ്പോഴും വീണ്ടും പഴയ നിയമം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി, എൻ്റെ പേര് വേരി. ഞാൻ ഈ ഇടവകാംഗമാണ്. എനിക്ക് ബൈബിൾ എഴുതാൻ തോന്നാൻ കാരണം അപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ എന്നും വായിക്കാറുണ്ട്. പക്ഷേ ശരിക്കും അങ്ങ് ടച്ച് ആവുന്നില്ല. അപ്പോൾ തന്നെ എഴുതണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. തീരെ വയ്യായിരുന്നു കാലം. അപ്പോൾ ഞാൻ ബൈബിൾ എഴുതാനും പറഞ്ഞ് എഴുതി തുടങ്ങി സെക്കൻഡ് തുടങ്ങി എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ നിർത്തി. പിന്നെ വീണ്ടും എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതി തുടങ്ങി. എഴുതിയിട്ട് ഒരു ദിവസമൊക്കെ നല്ല വേദനയായിരുന്നു. സെക്കൻഡ് ഡേയും നല്ല വേദന സഹിച്ചങ്ങനെ എഴുതി. അങ്ങനെ ഫുള്ള് എഴുതാൻ എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ഷിജു തോമസ്. ഈ ബൈബിൾ എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ 2022 കുറച്ച് ബൈബിൾസ് നമ്മൾ ഈ പള്ളിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് എഴുതിയിട്ട് അതിൽ നമ്മുടെ ഹോലി ഫാമിലി കോൺഗ്രിഗേഷനിലെ മദർ എഴുതിയ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങിൽ ഞങ്ങളുടെ 24 പേരിൽ മദറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ബർത്ത്ഡേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു എൻ്റെ ആനിവേഴ്സറി ഒക്ടോബറിലാണ്. അപ്പോൾ ബർത്ത്ഡേ ഫെബ്രുവരിയിൽ. അപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് ഒക്ടോബർ 20 നമ്മുടെ മാരേജ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അന്നത്തെ തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ എഴുതി ഒക്ടോബർ 17 എഴുതി തീർത്ത് 20 എനിക്ക് ബൈൻഡ് ചെയ്ത് കിട്ടി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു 5-5:15 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് 1 മണിക്കൂർ കറക്റ്റായിട്ട് എഴുതാറുണ്ട്. അത് വെച്ചിട്ട് 8 മാസം എടുത്തു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 മാസത്തിൽ അങ്ങനെ കംപ്ലീറ്റായി. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. നമുക്കറിയാം, ഇവർ ഓരോരുത്തരും നിങ്ങളുടെ മുൻപിൽ വലിയ സാക്ഷ്യങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയിക്കുകയാണ്. കൂടുതലായിട്ട് ദൈവത്തെ അറിയുവാൻ, ഇനിയും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.